Hi, all. Welcome back to English EduHub. We are moving into the last session of the chapter. In the earlier class, we saw the foreign policy of US, the effects of US foreign policy. We can't call it as effect, it's actually criminal act. So, we are continuing with the chapter. So, the author is now throwing the question, when will be a person or a country or an organization be called criminal? How many people should one kill to be called a criminal? എപ്പോഴാണ് ഒരു പേഴ്സൺ ക്രിമിനലായി മാറുന്നത്? എത്ര പേരെ കൊന്നാലാണ് ഒരാളിനെ ക്രിമിനൽ എന്ന് വിളിക്കാൻ പറ്റുന്നത്? 100,000? ഇഫ് സോ, ബുഷ് ആൻഡ് ബ്ലെയർ ആർ ഡെഫിനറ്റ്ലി ക്രിമിനൽസ്, നോ ഡൗട്ട്. ഇവിടെ ഓതർ പറയുന്നത് ഒരു 100,000 ആളുകളെ കൊന്നാലാണ് ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കാൻ പറ്റുന്നതെങ്കിൽ Bush and Blair are definitely criminals, no doubt. They have killed thousands, maybe millions of people around the world. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ലാതെ അവരെ ക്രിമിനൽസ് എന്ന് വിളിക്കാം. പക്ഷേ ഇവിടെ രണ്ട് കേസ് അദ്ദേഹം പറയുന്നു. ദ കേസസ് ദാറ്റ് ബുഷ് ഹാസൻറ്റ് റാറ്റിഫൈഡ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഹെൻസ് ഹി കാൺ ബി പുട്ട് ടു ട്രയൽ. ബുഷ് ഒരിക്കലും ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ട്രയൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഹീ കാൺ ബി പുട്ട് ടു ട്രയൽ. എന്നാൽ ബ്ലെയറിൻ്റെ കാര്യം അങ്ങനെയല്ല. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഓഫ് ബ്ലെയർ. വി ക്യാൻ ആക്ച്വലി പുട്ട് ഹിം ടു ട്രയൽ ഇഫ് യു ആർ വില്ലിംഗ് ടു ഡു സോ, ബിക്കോസ് ഹി ഹാസ് റാറ്റിഫൈസ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ബ്ലെയർ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് റാറ്റിഫൈ ചെയ്ത ആളാണ്, അംഗീകരിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്ക് ഒരു സംശയവുമില്ലാതെ ട്രയൽ ചെയ്യാം. ഇത്രയും ആളുകളെ കൊന്നുകളഞ്ഞ ആളുകൾ എന്ന രീതിയിൽ ഓഫ് കോഴ്സ് വി ക്യാൻ കൺസിഡർ ദം ആസ് ക്രിമിനൽസ്. വി ക്യാൻ തിങ്ക് അബൌട്ട് ദിസ്. നൗ വാട്ട് ഹാപ്പൻസ് Iraqis? 100,000 Iraqis have killed. They don't exist anymore. But whether they are dead or alive, that doesn't matter. That is, death has become irrelevant. That is the situation. മനുഷ്യർ മരിച്ചോ ജീവിച്ചോ എന്നതൊന്നും ഒരു വിഷയമേ അല്ല. Their bodies are irrelevant. They are blank. ഒരാൾ മരണപ്പെട്ടോ അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ, അവരുടെ സിറ്റുവേഷൻ എന്താണ്, അതൊന്നും ഈ കൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. വൺസ് അമേരിക്കൻ ജനറൽ ടോമി ഫ്രാങ്ക് സെഡ്, എന്താ പറഞ്ഞത് അദ്ദേഹം? വി ഡോണ്ട് ഡു ബോഡി കൗണ്ട്സ്. ഞങ്ങൾ കൊല്ലുന്നവരുടെ കണക്ക് വയ്ക്കാറില്ല. ദിസ് ഈസ് ദാറ്റ് വി ഡോണ്ട് കീപ് അക്കൗണ്ട് ഓഫ് ദി ഇറാഖീസ് ആൻഡ് ദ അതർ പീപ്പിൾ അമേരിക്കൻസ് കിൽഡ് ബിക്കോസ് ദേ കാൺ കീപ് അക്കൗണ്ട് ഓഫ് ദം. തിങ്ക് ഹൗ ക്രൂവൽ ഇസ് ദാറ്റ്. We can't imagine that the depth of the cruelty, because a body, for a military man, a body is not a mere body of his people. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ ആ ഡെഡ് ബോഡി അതൊരു ശരീരം മാത്രമല്ല. ദ ബോഡി ഇസ് നോട്ട് എ മിയർ ബോഡി ഓഫ് ഹിസ് പീപ്പിൾ. എന്നാൽ കൊല്ലുന്ന ആളുകൾ ഞങ്ങൾ ബോഡി കൗണ്ട് ചെയ്യാറില്ല, അതൊരു മിയർ ഓബ്ജക്റ്റ് മാത്രമായിട്ട് കാണുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും പരിതാപകരമായ മറ്റൊരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. Now, one of the photographs that was published in British newspapers showed Blair kissing the forehead of an Iraqi child, and the caption was "A grateful child." And this news shocked at the early stage of Iraqi invasion, and the caption was "A grateful child." ഇറാഖി ഇൻവേഷൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഏർലി സ്റ്റേജിൽ അവരുടെ ന്യൂസ് പേപ്പേഴ്സിൻ്റെ എല്ലാം ഫ്രണ്ട് പേജിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഫോട്ടോ? ബ്ലെയർ കിസിങ് ദ ഫോർഹെഡ് ഓഫ് ആൻ ഇറാഖി ചൈൽഡ്. അതിനൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, "എ ഗ്രേറ്റ്ഫുൾ ചൈൽഡ്." എന്നെ രക്ഷിച്ചത് ടോണി ബ്ലെയർ ആണെന്ന മട്ടിലുള്ള നന്ദിയുള്ള കുട്ടി എന്നർത്ഥത്തിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് അങ്ങനൊരു ഫോട്ടോ. ബട്ട് few days later an inside page photograph showed a 4-year-old boy with no arms blown by a missile. So many photos like this, children who lost their legs, eyes
and miserably wounded in missile attacks. And you know, the 4-year-old boy was asking a question, when do I get my arms back? Because he didn't even realize that he won't get his arms back. ഇങ്ങനെ ഫ്രണ്ട് പേജിൽ നെറുകയിൽ ചുംബിക്കുന്ന ഫോട്ടോസിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, അവർ മാത്രം ഗ്രേറ്റ്ഫുൾ ആയാൽ പോരാ, അവർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഇൻസൈഡ് പേജിൽ കാണുന്ന രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളൂടി രക്ഷപ്പെടണം. ഒരിക്കലും ഇത്തരം ഫോട്ടോസൊന്നും അവർ ഫ്രണ്ട് പേജിൽ കൊടുക്കില്ല. കാരണം അമേരിക്കയുടെ ലീഡർഷിപ്പിന് അതിൻ്റെ ക്വാളിറ്റിക്ക് ചെറിയ മങ്ങൽ വരും എന്നുള്ളത് കാരണം ഒരിക്കലും ഇത്തരം ഫോട്ടോസൊന്നും അവർ ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നില്ല. ഹിയർ ദ ഓത്തർ സേസ് ദാറ്റ് ദ ഫാക്ട് ദറ്റ് ടോണി ബ്ലെയർ വാസ് നോട്ട് വിസിറ്റ് ആൻഡ് ഹോൾഡിങ് ഹിം. ഇത്തരത്തിലുള്ള ഏതൊരു ലീഡറും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം. എനി അതർ ബോഡി ഓഫ് എനി ബ്ലഡി കോബ്സ് ദേ വോണ്ട് ടേക്ക് ബ്ലഡി കോബ്സ് ആസ് ബ്ലഡ് ഇസ് ഡേർട്ടി ആൻഡ് ഇറ്റ് ഡേർട്ടീസ് യുവർ ഷർട്ട്. എപ്പോഴും ഒരിക്കലും അവർ ബ്ലഡ് നിറഞ്ഞു നിൽക്കുന്ന ഡെഡ് ബോഡീസ് തൊടില്ല. ബ്ലഡ് നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളുടെ, അവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ അടുത്തേക്കൊന്നും അവർ പോവില്ല. ബിക്കോസ് ബ്ലഡ് ഇസ് ഡേർട്ടി. ആ ഡേർട്ടി ആയ ബ്ലഡ് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള പെർഫെക്ഷൻ എല്ലാം നഷ്ടപ്പെടും എന്നുള്ള കാരണം കൊണ്ട് ദേ വോണ്ട് ടച്ച് ഇറ്റ്. I only touch the clean children and they say that they are grateful. This is the situation. Think of the sarcasm behind it. ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള ആക്ഷേപഹാസ്യത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. Now the other side of the story is that 2000 American dead are considered. ഒരു ഇൻവേഷൻ നടക്കുമ്പോൾ, ഒരു വാർ ഉണ്ടാകുമ്പോൾ ഓബ്വിയസ്ലി രണ്ട് ഭാഗത്തും ലോസ് ഉണ്ടാവും. ഹിയർ ഓൾമോസ്റ്റ് 2000 Americans dead are considered. But in the case of US, Britain, they considered it an embarrassment. അവരിതിനെ ഒരു നാണക്കേടായിട്ടാണ്, എംബറാസ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ദേ ഡിഡ്ന്റ് ഗെറ്റ് എ ഡീസൻറ്റ് ബറിയൽ. ഇങ്ങനെ നാണക്കേടായിട്ട് അവർ കാണുന്നത് കൊണ്ട് തന്നെ വി ആർ സ്ട്രോങ് ഇനഫ് എന്ന് പറഞ്ഞ് നടക്കുന്നതിനാൽ അവരുടെ സോൾജിയേഴ്സിൽ നിന്ന് ഇത്രയും പേര് മരണപ്പെട്ടു എന്ന് പറയാൻ ഒരിക്കലും അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേ ഡിഡ്ന്റ് ഗെറ്റ് എ ഡീസൻറ്റ് ബറിയൽ. നല്ല രീതിയിലുള്ള ഒരു സംസ്കാരം പോലും ആ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുറിവേറ്റവരെക്കുറിച്ച്, പരിക്ക് പറ്റിയവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ ദ മൾട്ടിറ്റ്യൂഡ് റോട്ട് ഇൻ ദെയർ ബെഡ്സ് എന്നാണ്. there was no body to take care of them, no body to take care of them. അവരെ കെയർ ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. പരിക്ക് പറ്റിയാൽ നമുക്കറിയാം മോർ ദാൻ ഡെഡ് സഫറിങ് ആണ്. പിന്നെ ആർക്കും അവരെ വേണ്ട. ഒരു കാര്യത്തിനും അവർ സെൽഫ് സഫിഷ്യൻ്റ് അല്ല. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അവരെ വേണ്ട. ദേ ബിക്കം എ ബേർഡൻ. ദേ വേർ റോട്ടിങ്. അവരിങ്ങനെ അവിടെ കിടന്ന് ചീഞ്ഞ് നാറുകയാണ് എന്ന് പറഞ്ഞാൽ, സോ വി ക്യാൻ സേ ദാറ്റ് ബോത്ത് ഡെഡ് പീപ്പിൾ ആൻഡ് wounded പീപ്പിൾ സഫർ ഇൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്രേവ്. ഒരു ഗ്രേവിൻ്റെ, ഒരു ശവകുടീരത്തിൻ്റെ രണ്ട് വശങ്ങളാണ് മരണപ്പെട്ട ആളുകളും മരണത്തിന് തുല്യമായിട്ട് പരിക്ക് പറ്റി കിടക്കുന്ന ആളുകളും എന്നാണ് ഇവിടെ ഓഥർ ഉദ്ദേശിക്കുന്നത്. ആസ് പെർ the data available during the period when the speech was delivered, almost 702 military installations across the world in 302 countries. ഏതാണ്ട് 702 മിലിറ്ററി ഇൻസ്റ്റാളേഷൻ ലോകത്തെമ്പാടുമുള്ള 302 രാജ്യങ്ങളിലായിട്ട് 702 മിലിറ്ററി ഇൻസ്റ്റാളേഷൻ US-നുണ്ടായിരുന്നു ഈ ഒരു സ്പീച്ച് ഡെലിവറി ചെയ്യുന്ന സമയത്ത്. ആൻഡ് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് സ്വീഡൻ, വിത്ത് റെസ്പെക്റ്റ് വി ക്യാൻ സേ ദാറ്റ് ദ എക്സെപ്ഷൻ വാസ് സ്വീഡൻ. ഈ രാജ്യങ്ങളിൽ നിന്ന് പുറത്തായിരുന്നു സ്വീഡൻ്റെ കാര്യം. സ്വീഡൻ ഒരിക്കലും അമേരിക്കൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ ആ സമയത്ത് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവരുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷനൊന്നും സ്വീഡനിലുണ്ടായിരുന്നില്ല. And as per the data available during the period when the speech was delivered, almost 702 military installation across the world in 302 countries, and with the exception of Sweden. And US possesses 8,000 active and operational nuclear warheads.
അന്നത്തെ കണക്കനുസരിച്ച് യു എസിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഏതാണ്ട് 8,000 ആക്റ്റീവ് ആൻഡ് ഓപ്പറേഷണൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന മിസൈൽസിനെ കുറിച്ചും അവർ യൂസ് ചെയ്തിരുന്ന ഓപ്പറേഷൻസ്, അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയെക്കുറിച്ചും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് യു നോ ദേ വർ ഇൻ ദ പ്രോസസ് ബിൽഡിംഗ് എ ന്യൂ സിസ്റ്റം or developing a new system of nuclear force called a bunker busters. bunker busterനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിപ്പോൾ ഓൾറെഡി ഡെവലപ്ഡ് ആയി ആൻഡ് ദേ ആർ യൂസിങ് ഇറ്റ്. എന്താ ബങ്കർ ബസ്റ്ററുടെ പ്രത്യേകത? ഇറ്റ് ക്യാൻ പെനട്രേറ്റ് ഇൻ ടു ദ ഹാർഡ് സർഫസ് ഓർ കോൺക്രീറ്റ് സർഫസ്. എസ്പെഷ്യലി അണ്ടർഗ്രൗണ്ട് ഹൈഡിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ പിയേഴ്സ് ത്രൂ ഇറ്റ് എന്നാണ്. വളരെ ഹാർഡായിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള സർഫസിനെല്ലാം തുളച്ചു കയറി അറ്റാക്ക് ചെയ്യാൻ പാകത്തിന് അതിന് മാത്രം ശക്തിയുള്ള മിസൈൽ കാറ്റഗറിയാണ് ബങ്കർ ബസ്റ്റർ. അതിനെ അവർ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ആൻഡ് ആ സമയത്ത് ബ്രിട്ടൻ യൂസ് ചെയ്യുന്ന മിസൈൽ കാറ്റഗറി ആയിരുന്നു ട്രിഡൻറ്റ്. ഈ ബങ്കർ ബസ്റ്റർ വന്നതോടുകൂടി അവർ ട്രിഡൻറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് ബങ്കർ ബസ്റ്ററിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. Then Britain is ready to replace their Trident with this. Once bunker buster is developed, Britain also started to use it. And now the main question is, with all these installations, who are they aiming? Who are they trying to kill? Who are they trying to bury? ആരെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്? Are they aiming at Osama bin Laden? ഓദർ ചോദിക്കുകയാണ്, ഒസാമ ബിൻ ലാദനെയാണോ അവർ എയിം ചെയ്യുന്നത്? ഓർ വി ഷുഡ് തിങ്ക് ഇൻ അനദർ വേ, ആർ ദേ എയിമിങ് അറ്റ് യു, മീ? അവരെന്നെയാണോ, നിങ്ങളെയാണോ ലക്ഷ്യം വെക്കുന്നത്? ചൈന ഓർ പാരീസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളെയാണോ ലക്ഷ്യം വെക്കുന്നത്? ഓർ ജോഡോക്സ്? ജോഡോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്ഷണൽ ഡ്രാമ ക്യാരക്ടറാണ് കേട്ടോ. അക്കാലഘട്ടത്തിൽ ആവറേജ് അമേരിക്കൻ കോമൺ പീപ്പിളിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി കോമൺ പീപ്പിളിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗൈഡ് നെയിമായിരുന്നു, ഒരു ഫിക്ഷണൽ ക്യാരക്ടറായിരുന്നു ജോഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് അമേരിക്കൻ കോമൺ പീപ്പിളിനെയാണോ ലക്ഷ്യം വെക്കുന്നത്? ആ ഒരു കോമൺ പീപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇവിടെ ജോഡോക്സ് എന്ന് പറയുന്ന ഫിക്ഷണൽ ഡ്രാമ ക്യാരക്ടറിനെ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഥർ ഇവിടെ നമുക്ക് തരുന്ന ചോദ്യം, who are they aiming? Who are they trying to kill? Or who are they trying to bury? Are they aiming at Osama bin Laden? You, me, Jodox, China, Paris, and other countries? And you know, it's a big question. The thing we should remember is that US on a permanent military footing and shows no sign of relaxing it. ഓരോ ന്യൂ ടൂൾസ് ആൻഡ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത് മിലിറ്ററി ഫൂട്ടിങ്ങിനെ മോർ സ്ട്രോങ് ആൻഡ് റിജിഡാക്കി അവർ മാറ്റുകയാണ്. ദേ ആർ ഡെവലപ്പിംഗ് ദെയർ മിലിറ്ററി ഫോഴ്സ് ഓൺ എ ഡെയിലി ബേസിസ് ത്രൂ ന്യൂ പ്രോജക്ട്സ്. ഏത് രാജ്യത്തിനെയും ഏത് യൂണിറ്റിനെയും ഏത് ഭാഗത്തിനെയും ഏത് സമയത്തും തോന്നുന്ന രീതിയിൽ നശിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചുകൊണ്ടാണ് അവരുടെ മിലിറ്ററി ഫൂട്ടിംഗ് അവർ റൈസ് ചെയ്ത് വരുന്നത്. ആൻഡ് ദ ഫാക്ട് ഇസ് ദാറ്റ് many thousands and millions of people in the US are sickened, shamed and angered by their government's action. They are not ready to give any kind of relations, and they are not ready to give any kind of relaxations. അവരുടെ ടെക്നിക്കാലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴും അമേരിക്കൻസ് അവരുടെ ടെക്നിക്കാലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ്സിലൊന്നും യാതൊരു മാറ്റവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. One more thing we have to realize that the people in the US are sickened, shamed and angered by their government's action.
അമേരിക്കക്കാർക്ക് അവരുടെ ഗവൺമെൻറ്റിനെ കുറിച്ചോർത്ത് അവരുടെ ഗവൺമെൻറ് മറ്റ് ജനങ്ങളോടും രാജ്യങ്ങളോടുമൊക്കെ ചെയ്യുന്ന അവരുടെ ആക്ഷൻസിനെ ഓർത്ത് വല്ലാത്ത നാണക്കേടും അതേപോലെ ദേഷ്യവും അമർഷവും ഒക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ ആളുകളും അവിടെയുള്ളത്. ബട്ട് ദേ ആർ നോട്ട് പൊളിറ്റിക്കലി ഓപ്പോസിറ്റ് വിങ്. ഒരിക്കലും പൊളിറ്റിക്കലായിട്ട് ഓപ്പോസ് ചെയ്യുന്നൊരു വിങ്ങായിട്ട് ഒരു ഗ്യാങ് ആയിട്ടൊന്നും അവർ വളർന്നിട്ടില്ല. എനി ഹൗ thousands and millions of people are against the attitude of US towards the world. Here, Harold Pinter obviously believes that someday these people will become a force. ഇപ്പോൾ പൊളിറ്റിക്കലി ഓപ്പോസ് ചെയ്യുന്ന ഒരു ഗ്യാങ് ആയിട്ടൊന്നും ആളുകൾ വളർന്നിട്ടില്ല എങ്കിൽ പോലും ഒരിക്കൽ ഒരു വലിയ ശക്തിയായിട്ട് അവർ അമേരിക്കക്ക് നേരെ തിരിയും എന്നുള്ളതിൽ ഹാരൾഡ് പിൻറ്ററിന് യാതൊരു സംശയവുമില്ല. ആൻഡ് the anxiety and uncertainty that has developed in US unlikely to diminish എന്നുള്ളതാണ്. ഒരു ഗ്യാങ് ആയിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അമേരിക്കൻ ജനങ്ങൾക്കിടയിലുള്ള ആൻഷൈറ്റി അൺസർട്ടൈൻറ്റി ഒന്നും ഒരിക്കലും ഡിമിനിഷ് ആവാൻ പോകുന്നില്ല, ഒരിക്കലും കുറഞ്ഞു വരുന്നില്ല. ദാറ്റ് ഈസ് ഗോയിങ് ടു ഗ്രോ എന്നുള്ള രീതിയിലാണ് ഹാരൾഡ് പിൻറ്റർ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. Then the author says that he knows that Bush has extremely competent speech writers, but he wishes to prepare one. ഇവിടെ ഓതർ PR ടീംസിനെ കുറിച്ച് PR വർക്കിനെ കുറിച്ചൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. PR വർക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ടീംസാണ് PR ടീംസ്. ആൻഡ് യു നോ ദർ വിൽ ബി PR ടീംസ് ഫോർ ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പബ്ലിക് റിലേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഗ്യാങ്ങിനെയാണ് PR ടീംസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം പ്രൈം മിനിസ്റ്റേഴ്സ്, ഗവർണേഴ്സ്, പ്രസിഡൻറ്റ്സ് ഇവരുടെയൊക്കെ സ്പീച്ച് ഡെലിവർ ചെയ്യുമ്പോൾ അത് അവരുടെ തന്നെ വേർഡ്സ് ആയിരിക്കില്ല. എ ഹോൾ ഡിഫറെൻറ്റ് യൂണിറ്റ് വർക്ക്സ് ഓൺ ഇറ്റ്. ഒരുപക്ഷെ അവരുടെ ആശയങ്ങളാവാം, ബട്ട് എങ്ങനെ കറക്റ്റായിട്ടും ഇഫക്റ്റീവായിട്ടും മില്യൺസ് ഓഫ് പീപ്പിളിൻ്റെയും ഓഡിയൻസിൻ്റെയും മുന്നിലേക്ക് ഇത് എത്തിക്കാം എന്നുള്ള വേർഡിങ്സ് ശരിയാക്കുന്നതും ഡേറ്റ ശരിയാക്കുന്നതും ഒക്കെ അതിനൊക്കെ വേണ്ടി ഹ്യൂജ് PR വർക്ക് നടക്കുന്നുണ്ടാവും. സെയിം ലൈക്ക് Bush also has a very huge and competent PR team who worked how he speeches, how he should deliver the words and all that. ഇതിനൊക്കെ വേണ്ടി ഒരു ഹ്യൂജ് PR ടീം ഒബ്വിയസ്ലി ബുഷിനുമുണ്ട്. പക്ഷേ ഇവിടെ സർക്കാസ്റ്റിക്കലി ഹാരൾഡ് പിൻറ്റർ പറയുന്നു, സർക്കാസ്റ്റിക്കലി പിൻറ്റർ സെയ്സ് ദാറ്റ് ഹീ വോണ്ട്സ് ടു പ്രിപ്പയർ എ സ്പീച്ച് ഫോർ ബുഷ്. പിൻറ്ററിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം ബുഷിനുള്ള ഒരു സ്പീച്ച്. ആൻഡ് ഹൗ അട്ടേർലി സർക്കാസ്റ്റിക് ദിസ് ഈസ്. നിങ്ങൾ മനസ്സിലാക്കണം ഈ എത്രത്തോളം സർക്കാസ്റ്റിക് ആണ്. സർക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ, സർക്കാസം എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ എന്താ? സൊസൈറ്റിയിൽ നടക്കുന്ന തെറ്റായ ഒരു കാര്യത്തിനെ ഹ്യൂമറിലൂടെ ക്രിട്ടിസൈസ് ചെയ്യുക. ആക്ഷേപഹാസ്യം, ഹാസ്യത്തിലൂടെ ആക്ഷേപിക്കുക, ദാറ്റ് ഈസ് സർക്കാസം. അപ്പോൾ വളരെ ഹ്യൂമറസ് ആയിട്ടാണ് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ തോന്നും, അതിൻ്റെ ഇന്നർ മീനിങ് എടുത്ത് നോക്കുമ്പോൾ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. ബുഷ് എങ്ങനെ സംസാരിക്കണം എന്ന് ഹാരൾഡ് പിൻറ്റർ പറഞ്ഞു തുടങ്ങുന്ന വേർഡ്സ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഗോസ്, God is good, God is great, my God is good, Bin Laden's God is bad. God is good and God is great. Obviously God good ആണ്, great ആണ്. And my God is good, Bin Laden's God is bad. എൻ്റെ ഗോഡിനെ പോലെയല്ല ബിൻ ലാദൻ്റെ ഗോഡ്, ബിൻ ലാദൻസ് God is bad. And you know same is being said with Saddam Hussein too. Saddam Hussein's God is bad. And I am democratically elected leader. We are compassionate society. We give compassionate electrocution and compassionate leather injections. This is my moral authority. അദ്ദേഹം പറയണമെന്ന് പിൻറ്റർ പറയുന്ന കാര്യങ്ങളാണ്. ഐ എം നോട്ട് എ ഡിക്റ്റേറ്റർ. ഞാനൊരു ഡിക്റ്റേറ്റർ അല്ല, ഞാനൊരു ഇലക്റ്റഡ് ലീഡറാണ്. ആളുകളെ സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം വളരെ കമ്പാഷനേറ്റായ, ഒരുപാട് സ്നേഹം നിറഞ്ഞ, അനുകമ്പയുള്ള ആൾക്കാരാണ് അമേരിക്കൻസ്. അതൊക്കെയാണ് പിൻറ്റർ ബുഷിന് പറയാൻ വേണ്ടി എഴുതി കൊടുക്കും എന്ന് പറഞ്ഞ് ഓഡിയൻസിനെ പരിചയപ്പെടുത്തുന്നത്. ആൻഡ് ദിസ് ഇസ് ഓൾ അട്ടേർലി സർക്കാസ്റ്റിക് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഞങ്ങൾ ആളുകളെ കൊല്ലുന്ന
സമയത്തും കൊല്ലാനായിട്ട് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പോഴും എല്ലാം വളരെ സ്നേഹത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ ഇന്നർ മീനിങ്. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തിനെന്നില്ലാതെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുന്നതൊക്കെ നമ്മൾ സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നിവിടെ പറയുന്നത് തന്നെ കളിയാക്കി പറയുകയാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ദിസ് ഈസ് മൈ മോറൽ അതോറിറ്റി ആൻഡ് നോ വൺ ക്യാൻ ക്വസ്റ്റ്യൻ മൈ മോറൽ അതോറിറ്റി. ഇഫ് എനിബഡി ക്വസ്റ്റ്യൻസ് ഇറ്റ് ദേ വിൽ കിൽ. ബുഷ് ഷുഡ് സ്പീക്ക് ലൈക്ക് ദിസ് എന്നാണ് പിൻറ്റർ പറയുന്നത്. ഓക്കെ, നൗ he gets back where we started. ആർട്ട്, ട്രൂത്ത് ആൻഡ് പോളിറ്റിക്സ് ഒക്കെ പറഞ്ഞ കാര്യത്തിലേക്ക് ചാപ്റ്റർ വീണ്ടും തിരിച്ചു വരുവാണ്. നൗ ഹി ഈസ് സ്പീക്കിംഗ് അബൌട്ട് എ റൈറ്റർ ഓർ എൻ ഓഥർ. ഒരു ഓഥറിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. എ റൈറ്റേഴ്സ് ലൈഫ് ഈസ് ഓൾമോസ്റ്റ് വൾനറബിൾ ആൻഡ് ഓൾമോസ്റ്റ് നേക്ഡ് ആക്ടിവിറ്റി ആൻഡ് യു വിൽ ഹാവ് നോ പ്രൊട്ടക്ഷൻ അൺലെസ് യു ലൈ. എപ്പോഴും ഒരു റൈറ്ററിൻ്റെ ലൈഫ് വൾണറബിൾ ആയിരിക്കും. വൾണറബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തും സംഭവിക്കാവുന്നത്. ആൻഡ് ഇഫ് യു ലൈ യു ആർ പ്രൊട്ടക്റ്റഡ്. കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ യു ആർ പ്രൊട്ടക്റ്റഡ്. ഇഫ് ദ ഓഥർ ടേക്സ് എ ക്ലിയർ സ്റ്റാൻഡ് ആസ് എ റൈറ്റർ ആൻഡ് എ സിറ്റിസൺ ദെൻ ഇറ്റ്സ് എ നേക്ഡ് ആക്ടിവിറ്റി. ഒരു പ്രൊട്ടക്ഷനുമില്ലാതെ, വാളും പരിചയമൊന്നുമില്ലാതെ വിവസ്ത്രനായിട്ട് സൊസൈറ്റിയിലേക്ക് നടന്നിറങ്ങുന്നത് പോലെയാണ് ഇത്. കള്ളം പറയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഒരു റൈറ്ററിൻ്റെ ലൈഫിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതാണ് ഓഥറിൻ്റെ അഭിപ്രായം. എ റൈറ്റർ മേക്സ് ഹിസ് ഓൺ ചോയ്സ് ആൻഡ് സ്റ്റിക്ക് വിത്ത് ഇറ്റ്. ഒരു റൈറ്റർ എപ്പോഴും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചോയ്സ് ഉണ്ടായിരിക്കും, അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. And you know, every citizen has such a responsibility to define the real truth of life and has a crucial obligation. ഒരു സിറ്റിസൺ എപ്പോഴും വളരെ വലിയ ഒബ്ലിഗേഷൻ, ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം ടുവേർഡ്സ് സൊസൈറ്റി വിച്ച് ഇസ് മാൻഡേറ്ററി. അത് മാൻഡേറ്ററിയാണ്, മസ്റ്റാണ്. ലൈക്ക് എ റൈറ്റർ who should openly speak about the troubles or the situations that is happening inside and outside the country, the same way every citizen has a responsibility towards opening up what is happening and react about thing happening in the society. ഇങ്ങനെയാണെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. ഇഫ് വി ആർ ഫുള്ളി റെസ്പോൺസിബിൾ, നത്തിങ് റോങ് വിൽ ഹാപ്പൻ അറൗണ്ട്. ബട്ട് most of us are really blinded by our own political ideology, our own religious ideology, and so if we don't have that determination embodied in our political vision, we can never restore which is nearly lost to us. ഇവിടെ ഓഥർ പറയുന്നത്, ഒരു കൃത്യമായ പൊളിറ്റിക്കൽ വിഷനോടുകൂടി ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ നമുക്കില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ പൊളിറ്റിക്കൽ വിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ പാർട്ടിയുടെ ഐഡിയോളജി കീപ്പ് ചെയ്യുന്നതോ ഒരു കൊടിയുടെ അണ്ടറിൽ നിൽക്കുന്നതോ ഒന്നുമല്ല കേട്ടോ. ഇറ്റ് മീൻസ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പൊളിറ്റിക്സ് ഹാപ്പനിങ് ഇൻ സൊസൈറ്റി. അതാണ് പൊളിറ്റിക്കൽ വിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ വിഷനോടുകൂടി നല്ല സ്ട്രോങ് ഡിറ്റർമിനേഷൻ നമുക്കില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വി ക്യാൻ നെവർ റീസ്റ്റോർ വാട്ട് ഹാവ് ഓൾറെഡി ലോസ്റ്റ്. ഓൾറെഡി നമുക്ക് നഷ്ടപ്പെട്ട ഒരു സംഭവം പിന്നീട് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തതായി പോവും. എന്താ നഷ്ടപ്പെട്ട സംഭവം? ദ ഡിഗ്നിറ്റി ഓഫ് മാൻ. മനുഷ്യൻ്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒരു മിനിമം റെസ്പെക്റ്റ്, അതിനെയാണ് ഡിഗ്നിറ്റി ഓഫ് മാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്തരം സ്ട്രോങ് ഡിറ്റർമിനേഷനോടുകൂടി, നല്ല പൊളിറ്റിക്കൽ വിഷനോടുകൂടി, കൃത്യമായ പൊളിറ്റിക്കൽ വിഷനോടുകൂടി ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ നമുക്കില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ നെവർ റീസ്റ്റോർ വിച്ച് ഈസ് നിയർലി ലോസ്റ്റ് ടു അസ്, ദാറ്റ് ഈസ് ദ ഡിഗ്നിറ്റി ഓഫ് മാൻ. ഇഫ് യു ആർ എ ഹ്യൂമൻ ബീയിങ്, you should get a certain amount of respect or dignity. ഇവിടെ റെസ്പെക്റ്റിനോട് ഡിഗ്നിറ്റിയെ യോജിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് റെസ്പെക്റ്റ് ഈസ് സംതിങ് യു ഏൺ. ബട്ട് മനുഷ്യനായിട്ട് ജനിച്ചാൽ മനുഷ്യനാണെന്നുള്ള ഒരു കൺസിഡറേഷൻ എവറി ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ആർ സ്റ്റിൽ ഇൻ എ പൊസിഷൻ വെർ ദിസ് ഇസ് ക്വസ്റ്റ്യൻഡ്. ഇങ്ങനെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി മാത്രം കാണുന്ന ഒരു സിസ്റ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന
ഒരു പൊസിഷനിലേക്ക് വരണമെങ്കിൽ വി ഓൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട് അസ്, അറൗണ്ട് ദ വേൾഡ് ആൻഡ് റിയാക്ട് പ്രോപ്പർലി. ആക്ച്വലി ദിസ് ഈസ് ദ ചാപ്റ്റർ. എല്ലാ ആളുകളെയും മനുഷ്യരായിട്ട് മാത്രം കാണുന്ന, ഒന്നായിട്ട് കാണുന്ന ഒരു സിസ്റ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അങ്ങനെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരണമെങ്കിൽ വി ഓൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട് അസ്, അറൗണ്ട് ദ വേൾഡ്. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം റിയാക്ട് പ്രോപ്പർലി, ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് സ്യൂട്ടബിളായ രീതിയിൽ, പ്രോപ്പറായ രീതിയിൽ റിയാക്ട് ചെയ്യാനും പറ്റണം. അപ്പോൾ മാത്രമാണ് നമുക്ക് മനുഷ്യകുലത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദ ഡിഗ്നിറ്റി ഓഫ് മാൻ റീസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ ചാപ്റ്റർ. I hope all of you understand very well. Thank you so much.